സംസ്ഥാനത്ത് ഇന്നും 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നു. MG പ്രതീഷ് കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം തലസ്ഥാന നഗരിയിൽ നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങിങ്ങ് ചെറിയ ചാറ്റൽ മഴയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അതുകൂടി മഴയിൽ ഒഴുകിപ്പോകും എന്ന രീതിയിലാണ് ഭക്തജനലക്ഷങ്ങൾ ഇതിനെ കാണുന്നത്. മഴയൊന്നും അവർക്ക് പ്രശ്നമല്ല, ചൂടും പ്രശ്നമല്ല. എന്നാലും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഏത് വഴിക്കാണ്? പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. കനത്ത വേനൽ ചൂടിന് ആശ്വാസമായാണ് തിരുവനന്തപുരം നഗരത്തിൽ നേരിയ ചാറ്റൽ മഴ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കനത്ത ചൂടായിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കാലാവസ്ഥാ കേന്ദ്രം 9 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഈ തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരത്തിന്റെ നഗരമേഖലകളിലടക്കം ചാറ്റൽ മഴയുണ്ട്. അത് ചൂടിന് നേരിയ ആശ്വാസം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചാറ്റൽ മഴ പോലും ഈ ആറ്റുകാലിലെത്തുന്ന ഭക്തലക്ഷങ്ങൾ പറയുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ആറ്റുകാലമ്മ പുണ്യാഹം തളിക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം കൂടി അവർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം വരും മണിക്കൂറുകളിൽ താപനില ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തലക്ഷങ്ങൾ കാണിക്കണമെന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. ഈ വേനൽ ചൂടിനെ തുടർന്ന് ഈ പ്രത്യേക ഹീറ്റ് ക്ലിനിക്കുകളടക്കം ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് ഈ സൂര്യാതാപം ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സൂര്യാതാപം ഏൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ക്രമീകരണങ്ങളടക്കം ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരമാവധി ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി വൈദ്യസഹായം തേടണമെന്ന ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഇതിനായി 10 ഇടങ്ങളിലാണ് ഡോക്ടർമാരുടെ സേവനം നഗരമേഖലകളിൽ ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഒരു ആശ്വാസമായാണ് ഈ വേനൽ ചൂടിന് ആശ്വാസമായാണ് നേരിയ ചാറ്റൽ മഴ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്രവും വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതേസമയം നിലവിൽ താപനില മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. ഇത് മുന്നിൽ കണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വേണം. ഇത് കൃത്യമായി നോക്കുന്നതിനും ഒപ്പം ആളുകൾക്ക് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങളും എന്തായാലും നഗരമേഖലകളിൽ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ചൂടിനെ തുടർന്ന് ഇവർക്ക് ആവശ്യമായ ഘട്ടങ്ങളിലടക്കം വെള്ളം നൽകുന്നതിന് വോളണ്ടിയേഴ്സും നഗരസഭയുടെ അടക്കം ക്രമീകരണങ്ങൾ എന്തായാലും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വേനൽ ചൂട് വലിയ തോതിൽ ഈ ജനങ്ങളെ വലക്കില്ല എന്നതാണ് നമുക്ക് ഈ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുമായി നമുക്കൊപ്പം ചേർന്ന്. ഇന്ന് ചൂട് കൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുധാ വിശ്വൻ പറയുന്നു, തിരുവനന്തപുരത്തുള്ള മുസ്ലിം സഹോദരന്മാർ ഭക്ഷണമൊരുക്കി പൊങ്കാല ഇടുന്നവർക്ക് വിളമ്പിക്കൊടുക്കുന്നത് കാണേണ്ട കാഴ്ചയാണ്. ഈ കളിയാക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇത് പോയി ഒന്ന് കാണണം. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് മതസൗഹാർദ്ദത്തിൻ്റെ ദിവസമാണിന്ന്. ആറ്റുകാൽ പൊങ്കാലയുടെ ദിനത്തിൽ ഈവൻ പാളയം, നിങ്ങൾക്കറിയാം, അവിടെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഉണ്ട്. ഈ 2 പള്ളികൾക്ക് മുന്നിലും പൊങ്കാല ഇടുന്ന ജനലക്ഷങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും പകരുന്ന അവിടുത്തെ വ്യത്യസ്ത സമുദായക്കാരാണ്. ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മതേതരത്വത്തിൻ്റെ ബോധം അവർ എത്ര ആഴത്തിൽ വേരൂടിയിരിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. KSRTC ബസ് സ്റ്റാൻഡിലും ജനനിബിഡമായിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ആറ്റുകാൽ അമ്മയുടെ സ്നേഹവും ആദരവും അതുപോലെ ആറ്റുകാൽ അമ്മയുടെ വരദാനവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഭക്തജനലക്ഷങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാന നഗരിയിൽ എത്തിക്കഴിഞ്ഞു. 10:30 മണിക്ക് രാവിലെ പണ്ടാരടുപ്പിൽ തീ പടരുന്നതോടെ ഔദ്യോഗികമായി ആറ്റുകാൽ മഹോത്സവത്തിന് പൊങ്കാലയ്ക്ക് തുടക്കമാകും.